മലയാളികളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ രാജ്യം ചലച്ചിത്ര മേഖലയുടെ തന്നെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു പുരസ്കാരം തന്നെയാണ് നമ്മുടെയും കൂടി അഭിമാനമായ നമ്മുടെ ലാലേട്ടന് രാജ്യം നൽകിയിട്ടുള്ളത്. ആ അവാർഡിന് പുറമെ അവാർഡ് ലഭിച്ചതിനപ്പുറം സോഷ്യൽ ഇടങ്ങളിൽ പലതരത്തിലുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നടക്കുന്നുണ്ട്. ചിലരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും, ചിലരൊന്നും അത് കാണാതെ അതൊക്കെ ഒഴിവാക്കി പോകുന്നുമുണ്ടാവും. ചിലരുടെ കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഈ ഇടക്കാലങ്ങളിൽ എന്ത് കാട്ടിക്കൂട്ടിയിട്ടാണ് എന്ന് പോലും ഇതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ബോധ്യവും ഒരു തരത്തിലും അതിനെക്കുറിച്ച് ഒന്ന് അനലൈസ് പോലും ചെയ്യാതെ അതിനെക്കുറിച്ച് എന്താണ് ആ ഒരു അവാർഡ് കൊണ്ട് ആ അവാർഡ് ഏത് തരക്കാർക്കാണ് കിട്ടുന്നതെന്ന് പോലും ചിന്തിക്കാതെ കമന്റ് ഇടുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് നമ്മുടെ ഇടങ്ങളിൽ കാണാം. പക്ഷെ ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ലാലേട്ടനെ പോലെയുള്ള നമ്മുടെ മലയാളത്തിന്റെ അഭിമാനങ്ങളായ ഒരുപാട്, അതായത് ലാലേട്ടനും മമ്മൂട്ടിയും അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്, പേരെടുത്ത് പറയാൻ നിന്നാൽ മലയാള സിനിമ അനശ്വരമാണ്. കാരണം കഥാപാത്രങ്ങൾ കൊണ്ടും വ്യക്തികൾ കൊണ്ടും വെക്കുന്ന കാമ്പുള്ള കഥകളും കൊണ്ട് നമ്മുടെ മലയാള സിനിമ ലോക സിനിമയ്ക്ക് മുന്നിൽ തന്നെ വെക്കാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്. നമ്മുടെ കുറവ് ബഡ്ജറ്റിൽ മാത്രമായിരിക്കും, പക്ഷെ നമ്മുടെ ക്രാഫ്റ്റിലും നമ്മൾ കൊടുക്കുന്ന കഥയുടെ ആ മൂല്യത്തിലും ഒരു കുറവും മലയാള സിനിമ ഇന്ന് വരെ കാണിച്ചിട്ടില്ല. അതിന്റെ ഏറ്റവും അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണ് നമ്മുടെ ലാലേട്ടനെ തേടി എത്തിയിട്ടുള്ളത്. ലാലേട്ടന് പുറമെ ഒരുപാട് പേർ ഈ അർഹത, അതായത് ഈ പറഞ്ഞ അംഗീകാരം നേടാൻ ഇവിടെ ക്വാളിറ്റിയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽ മൺമറഞ്ഞു പോയ ആളുകളുണ്ട്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒത്തിരി പേർക്ക് ഈ അവാർഡ് കിട്ടാനുള്ള അർഹത നമ്മുടെ ഇടങ്ങളിലുണ്ട്. പക്ഷെ നമ്മുടെ ലാലേട്ടനെ തേടി വരുമ്പോൾ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൈകളിൽ തന്നെയാണ് എത്തിയിട്ടുള്ളതെന്ന് ഓരോ മലയാളികളും അഭിമാനിക്കേണ്ട നിമിഷമാണ്. ആ സമയത്ത് ആരാധനയുടെ പേരിൽ മറ്റൊരു നടനോടുള്ള അമിതമായിട്ടുള്ള ആരാധന മൂത്ത്, അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഉള്ള പേഴ്സണൽ ഗ്രഡ്ജൊക്കെ വെച്ചിട്ട് ചെളിവാരി എറിയുന്ന കാഴ്ച കാണുമ്പോൾ അത്തരക്കാരോട് പുച്ഛവും തീർത്തും അവജ്ഞയോടുകൂടി അവരെ തള്ളുകയാണ് നമ്മൾ കുറച്ച് മലയാളി, അതായത് സാധാരണ ഇതിനെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കിയിട്ടുള്ള മലയാളികൾ ചെയ്യേണ്ടത്. കാരണം ഈ പുരസ്കാരം ലഭിക്കുന്നത് സിനിമയിൽ ഇന്ന് വരെ, അതായത് ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ലാലേട്ടൻ നമ്മുടെ ഇടങ്ങളിലുണ്ട്. എന്റെ ബാല്യത്തിന് മുന്നേ ഉള്ള എന്റെ ജനറേഷനെ ഒരുപാട് പതിറ്റാണ്ടുകളായി മലയാളികളുടെ മനസ്സിലും മലയാളികളുടെ ഇടങ്ങളിലും ഒത്തിരി കഥാപാത്രങ്ങളിലൂടെ നമ്മളിവിടെ ജീവിക്കുന്ന മനുഷ്യനാണ് ലാലേട്ടൻ. ഈ നാള് ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ സിനിമയിൽ അർപ്പണമായിട്ടുള്ള ജീവിതത്തിന്റെ ഒരു ഡെഡിക്കേഷന് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണ്. അതായത് ഒരു സിനിമയെ വിലയിരുത്തിക്കൊണ്ട് കിട്ടിയതല്ല. ഈ കഴിഞ്ഞു പോയ പതിറ്റാണ്ടുകളിൽ ആ മനുഷ്യൻ കാണിച്ചിട്ടുള്ള അർപ്പണബോധത്തിന്റെയും നാട്യത്തിന്റെയും അഭിനയത്തിന്റെയും ഒരുപാട് മേഖലകളിലൂടെ കടന്നു വന്ന ആ കഠിന ശ്രമത്തിന്റെയും ലാലേട്ടൻ കൈവയ്ക്കാത്ത മേഖല എനിക്ക് തോന്നുന്നു സിനിമയ്ക്കുള്ളിൽ വിരളമാണ്. പണ്ട് കാലങ്ങളിൽ കേട്ടറിവുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്, സെറ്റുകളിൽ പോയാൽ തറയിൽ നിലത്ത് പരമ്പ് വിരിച്ച് വിരിച്ച് കിടന്നുറങ്ങുന്ന ഒരു ലാലേട്ടനെ, പ്രൊഡക്ഷൻ ടീമിനോടൊപ്പം പണിയെടുക്കുന്ന ലാലേട്ടൻ. എന്തിനേറെ ഇങ്ങനെ വളർന്നു വന്ന പുലിമുരുകൻ സെറ്റിൽ പോലും നമ്മൾ കണ്ടതാണ് പ്രൊഡക്ഷൻ ടീമിന്റെ സാധനങ്ങൾ ഉൾപ്പെടെ, ആ സെറ്റിലേക്ക് വേണ്ട സാധനങ്ങൾ ഉൾപ്പെടെ ചുമന്നെത്തിക്കുന്ന ഒരു ലാലേട്ടനെ. അങ്ങനെ ഒരു സിനിമയുടെ ബേസ് എന്തെന്നും സിനിമയുടെ ബേസിന്റെ നാഡി എന്താണെന്നും അതിൽ പ്രവർത്തിക്കുന്ന ഓരോ മനുഷ്യരുടെയും പ്രവർത്തനം എന്താണെന്നും അറിഞ്ഞു പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ ലാലേട്ടൻ. സംഗീതം, അതുപോലെ തന്നെ അഭിനയം, ഇപ്പൊ സംവിധാനം വരെ എത്തി നിൽക്കുന്നു. നിർമ്മാണത്തിൽ പണ്ടേ ലാലേട്ടൻ തന്റെ കഴിവും പ്രവൃത്തിയും എന്താണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മേഖലകളിൽ, സിനിമയ്ക്കുള്ളിലുള്ള ഒരുപാട് മേഖലകളിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക്, ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലൂടെ എല്ലാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രാജ്യം നൽകിയിട്ടുള്ള അംഗീകാരമാണ് നമ്മുടെ സ്വന്തം ലാലേട്ടന് ലഭിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ നമ്മൾ ചെളിവാരി എറിയുകയോ അതിനെ കരിവാരി തേക്കുന്ന കമന്റുകൾ ഇട്ട് അധിക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത്. നെഞ്ചോട് ചേർത്ത് പിടിക്കണം ആ മനുഷ്യനെ. കാരണം ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ഒന്നേ കാണൂ, നമ്മൾ ഒപ്പം നിർത്തണമെന്നൊക്കെ. അതെ, നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന് തന്നെ അഭിമാനമാണ്. കാരണം ലാലേട്ടനെ പോലെ ഒരു കഥാപാത്രത്തെ സ്വാംശീകരിക്കാനും ആ കഥാപാത്രത്തിലൂടെ മലയാളികളുടെ ഹൃദയത്തിലേക്ക് കയറുവാനും ലാലേട്ടനെ പോലൊരു നടന് എത്രമാത്രം എളുപ്പമാണെന്ന് പല കഥാപാത്രങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കിരീടത്തിലെ സേതുമാധവനും ദേവാസുരത്തിലെ നീലകണ്ഠനും ഇതൊന്നും തന്നെ ഇങ്ങനെ അനശ്വരമാക്കി മാറ്റിയ പല രീതികളിൽ അനക്ഷരമാക്കി മാറ്റിയ
ഒത്തിരി ഒത്തിരി കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും ഈ നിമിഷങ്ങളിൽ. നമ്മളെ ചിരിപ്പിച്ച, നമ്മളെ ചിന്തിപ്പിച്ച, നമ്മളെ കരയിപ്പിച്ച, നമ്മളെ രോമാഞ്ചം കൊള്ളിപ്പിച്ച, അങ്ങനെ അങ്ങനെ എത്രയൊക്കെ നിർവചനങ്ങളിലൂടെ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയേറെ വലിയ വലിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നൽകിയ നമ്മുടെ ലാലേട്ടനെ നമ്മളല്ലേ കൂടെ നിർത്തി അഭിനന്ദിക്കേണ്ടത്? ആ സമയത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള നെഗറ്റിവിറ്റികൾ സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള കമന്റുകൾ ചെയ്യുന്നത്, അത്തരത്തിലുള്ള കണ്ടന്റുകൾ വെച്ച് വീഡിയോകൾ ചെയ്യുന്നത്? അഭിമാനം, സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ഈ ഒരു പുരസ്കാരം ലഭിച്ചതിൽ. അതോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്നും ഒരുപാട് പേർക്ക് ഈ കഴിഞ്ഞ നാഷണൽ അവാർഡുകൾ ലഭിക്കേണ്ടായി. വിജയരാഘവൻ നമുക്കറിയാം, വർഷങ്ങളായി നമ്മുടെ ഇടങ്ങളിൽ ഹൃദയത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യനാണ്. വർഷങ്ങൾ ഇത്രയും കാത്തിരുന്നു ഒരു അവാർഡിലേക്ക് എത്തുവാൻ, രാജ്യം അംഗീകരിക്കുന്ന ഒരു അവാർഡിലേക്ക് എത്തുവാൻ. പക്ഷെ കാത്തിരിപ്പിന് എന്തെങ്കിലും ഒരു ഫലമുണ്ടാവും എന്ന രീതിയിൽ അദ്ദേഹത്തിനെയും തേടിയെത്തി ഈ കാലത്തുണ്ടായ നാഷണൽ അവാർഡ്. എന്തുകൊണ്ടും അഭിമാനമായ നിമിഷമാണ്. പൂക്കാലം എന്ന സിനിമയിൽ എത്ര മനോഹരമാണ് ആ മനുഷ്യൻ അഭിനയിച്ചിരിക്കുന്നത്. ആ കഥാപാത്രത്തെ എത്രയോ നല്ല രീതിയിൽ അദ്ദേഹം സ്വാംശീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അനശ്വരമാണ് ഈ നിമിഷങ്ങൾ. ഉർവശി ചേച്ചി, നമുക്കറിയാം നമ്മുടെ മലയാളികളുടെ ഉള്ളമറിഞ്ഞ, മലയാളത്തിന്റെ ഉള്ളറിഞ്ഞ് നമ്മളെ നന്മ കൊണ്ടും സ്നേഹം കൊണ്ടും വാരിപ്പുണർന്ന ഒരു അഭിനേത്രിയാണ്. അവർ വെച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളുടെയും ആ ഒരു കാമ്പ്, അവർ തുടങ്ങുന്ന ആ പറഞ്ഞ പണ്ട് കാലങ്ങൾ മുതൽ ഇങ്ങ് ഈ പറയുന്ന ലാസ്റ്റ് ഇറങ്ങുന്ന ആ സിനിമകളിൽ വരെ ഇപ്പോഴത്തെ ജനറേഷനൊപ്പം ശക്തമായ രീതിയിൽ തന്റെ സാന്നിധ്യം ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വലിയൊരു നടിയാണ്. കാരണം വാക്കുകൾ കൊണ്ട് അവരെ ഒന്നും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതിലും വലുതാണ് ഈ പറയുന്ന അനശ്വരനായ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ ഇടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഇവരുടെയൊക്കെ വില. അതിനെ രാജ്യം അംഗീകരിക്കുമ്പോൾ നമ്മൾ അതിനെയെല്ലാം ഒപ്പം നിന്ന് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം, ഒരു മനുഷ്യനുണ്ടാവണം. ഈ അവാർഡ് നേടിയവർക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും ആശംസയും നേരുന്നു. മറ്റൊരു വിഷയവുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസവും ഞാൻ ആശംസിക്കുന്നു.